കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, കുടലിലെ കുരുക്കൾ, അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ രക്തം കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ, സ്കാൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ, എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം സങ്കടപ്പെടുന്നവർ എല്ലാ മക്കളെയും അങ്ങനെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ, ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ, ഓരോരോ വിഷയങ്ങളിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കൂടെ അപേക്ഷ സംഭവിക്കുകയും വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ, ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളത് വിചാരിച്ചതിന് ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്നതിൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികളുടെ സ്രോതിരിക്കുന്നവരെ കർത്താവെ, അവരെ ഞങ്ങൾ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ, അവർക്ക് നിലനിൽപ്പിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കുന്നവരെ, അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരുണ നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത വൃത്തിക്ക് വേണ്ടി വിഷമിക്കുന്നവരെ കർത്താവെ, അവരുടെ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ, ഓരോരോ വാതിലും മുട്ടുന്നവരെ, എന്നിട്ട് തുറക്കാതെ അവർ കണ്ണീരോടെ പിന്തിരിയുന്നവരെ കർത്താവിൻ്റെ കാര്യം ചൊരിയട്ടെ. പരിശുദ്ധ അവിടെ കരഗ്രഹിക്കട്ടെ. അവിടെ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കിയാൽ ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ, ആരെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം, അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും അവരില്ലാത്ത അവസ്ഥയായാലും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കൃപ ഞാൻ അർപ്പിക്കുന്ന കൃപാന്റെ ശക്തിയാൽ നീ ഈശോയുടെ സാന്ത്വനം അനുഭവിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ നയിക്കുവാമേ.